അഖിലാഖിനെ തല്ലിക്കൊന്നതിൻ്റെ പേരിലാണ് ഫ്രിഡ്ജിൽ മാംസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇത് വാട്സപ്പ് സ്റ്റാറ്റസിൽ ബലിമാംസത്തിൻ്റെ ചിത്രമാണുള്ളപ്പോൾ ഇങ്ങേരുടെ കട തല്ലിപ്പൊളിക്കുന്നു. 3 ചെറുപ്പക്കാരെ തല്ലിക്കൊന്നു ഛത്തീസ്ഗഡിൽ. ഈ എന്താണ് മുഹബത്ത് കി ദുഖാൻ തുറക്കാൻ പണിയെടുക്കുന്ന രാഹുൽ ഗാന്ധി അതേക്കുറിച്ച് വല്ലതും പറഞ്ഞു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അഖിലാഖിനെ തല്ലിക്കൊന്നപ്പോൾ, മുഹ്സിൻ ഷൈഖിനെ തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രതികരണം, ഇപ്പോൾ 3 ആളുകളെ തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രതികരണം രേഷ്മ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്താണ് ആ മാറ്റം? ആ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാവിലെ ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്നത് പോലെയുള്ള ഒരു സ്വാഭാവിക പരിപാടി മാത്രമാണ് എന്ത് ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത്. അതാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ജിനോസൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീ കണ്ടീഷനായിട്ട് ജിനോസൈഡ് വാച്ചേഴ്സ് എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇതാണ്, നോർമലൈസേഷനാണ്. ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ 3 ചെറുപ്പക്കാരെ തല്ലിക്കൊന്നു ഛത്തീസ്ഗഡിൽ. ഈ എന്താണ് മുഹബത്ത് കി ദുഖാൻ തുറക്കാൻ പണിയെടുക്കുന്ന രാഹുൽ ഗാന്ധി അതേക്കുറിച്ച് വല്ലതും പറഞ്ഞു. പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ വല്ലതും പറഞ്ഞു. പോട്ടെ, മുസ്ലിം സംഘടനകൾ പോലും, മുഖ്യധാര മുസ്ലിം സംഘടനകൾ പോലും ഒരു പത്രസമ്മേളനം പോലും നടത്തി നമ്മൾ കാണുന്നില്ല. ആ അവസ്ഥ എന്തുകൊണ്ടാണത്? അവരും ഈ നോർമലൈസേഷൻ്റെ ഭാഗമായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു മുസ്ലിം സംഘടനയുടെ പത്രസമ്മേളനം, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ ഒരു സംയുക്ത പത്രസമ്മേളനം, പ്രതിഷേധ പ്രകടനം വിട്ടേക്കും, ഒരു പ്രസ് റിലീസ്? ആകെപ്പാടെ ഞാൻ ഈ വിഷയത്തിൽ കണ്ട ഒരു പ്രസ് റിലീസ് CPM-ൻ്റെയാണ്. CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയ പ്രസ് റിലീസ് മാത്രമാണ്. അപ്പോൾ ആ നിലക്ക് ഇരകളാക്കപ്പെട്ട ജനത പോലും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധം ഈ നോർമലൈസേഷൻ പ്രക്രിയ നടക്കുകയാണ്. ഈ 2 ആഴ്ചക്കിടയിൽ നടന്നുള്ള സംഭവങ്ങൾ ഇത് മാത്രമല്ല, ഇതിനിടയിലാണ് ബക്രീദ് വരുന്നത്. ബക്രീദിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള വ്യാപകമായ ആക്രമണങ്ങൾ, അതിൽ ഏറ്റവും രസകരമായൊരു സംഭവം, രസകരം എന്ന വാക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല, നഹാൻ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ നഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജാവേദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ ഒരു തുണിക്കട നടത്തുകയാണ്. അയാളുടെ കട ആക്രമിച്ചു. അയാളെ കട ആക്രമിക്കാൻ കാരണം എന്താ പറയുക? അയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈ ബലിമാംസത്തിൻ്റെ ചിത്രം ഉണ്ട്. അപ്പോൾ അഖിലാഖിനെ തല്ലിക്കൊന്നതിൻ്റെ പേരിലാണ് ഫ്രിഡ്ജിൽ മാംസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇത് വാട്സപ്പ് സ്റ്റാറ്റസിൽ ബലിമാംസത്തിൻ്റെ ചിത്രമാണുള്ളപ്പോൾ ഇങ്ങേരുടെ കട തല്ലിപ്പൊളിക്കുന്നു. ഈ നഹാൻകാരനല്ല കേട്ടോ, ഇങ്ങേര് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഉത്തർപ്രദേശിലെ ഷംലി എന്ന് പെരുന്നാളാണ്, ഷംലിയിലേക്ക് പോയതാണ്. അവിടെ നിന്നുള്ള ചിത്രമാണ് പുള്ളി വാട്സപ്പിലിടുന്നത്, വാട്സപ്പ് സ്റ്റാറ്റസ് ആകുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? നഹാനിൽ, ഹിമാചലിലെ നഹാനിൽ അയാളെ കട തപ്പിപ്പിടിച്ച് പോയിട്ട് അടഞ്ഞു കിടക്കുന്ന കടയാണ്, അത് തകർക്കുന്നു, കൊള്ളയടിക്കുന്നു. അപ്പോൾ അതിന് ശേഷം 3 ദിവസത്തിന് ശേഷം അവിടുത്തെ പോലീസ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ പറയുക? ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ആ വാട്സപ്പ് സ്റ്റാറ്റസിലുള്ള ആ ചിത്രം പശുവിൻ്റെതല്ല, പശുവിൻ്റെ ഇറച്ചിയല്ല, അത് പോത്തിൻ്റെ ഇറച്ചിയാണ്. ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇതാരാണ് കട തല്ലിപ്പൊളിച്ചതെന്ന് കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, കട തല്ലിപ്പൊളിച്ചത് അറസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നഹാൻ പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ സ്റ്റാറ്റസിലുള്ളത് എന്തിറച്ചിയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഷംലി പോലീസ് എന്താ ചെയ്യുന്നറിയോ? ഈ കക്ഷിയെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയോ? വിദ്വേഷം ഉണ്ടാകുന്ന പോസ്റ്റ് ഷെയർ ചെയ്ത് പറഞ്ഞിട്ട്, ചിത്രം ഷെയർ ചെയ്ത് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഫ്രിഡ്ജിൽ മാംസം സൂക്ഷിച്ചു എന്ന പേരിൽ, വാട്സപ്പ് സ്റ്റാറ്റസിൽ മാംസം കണ്ടു എന്നതിൻ്റെ പേരിലൊക്കെ. ഇതിന് ശേഷം ഈ പറയുന്ന സ്ഥലത്ത് 16 മുസ്ലിം കച്ചവടക്കാർ അവരുടെ കച്ചവടം നിർത്തിപ്പോയി എന്നാണ്. കാരണം ആ നിലക്കുള്ള ഭീഷണികൾ വരികയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഈ നോർമലൈസേഷൻ വരികയും ഉത്തരവാദപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നില്ല, മുഖ്യധാര മുസ്ലിം സംഘടനകൾ ഇതിനോട് പ്രതികരിക്കുന്നില്ല. എന്താ സംഭവിക്കാമെന്നറിയോ? മനുഷ്യർ പ്രതികരിക്കും. ഇത് കാണുകയും അനുഭവിക്കുകയും ചെയ്ത മനുഷ്യരുണ്ട്. പക്ഷേ അത് നമ്മൾ വിചാരിച്ച വഴികളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഉത്തരവാദപ്പെട്ട സംഘടനകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അവരിത് ഗൗരവത്തിൽ എടുക്കുകയും കാണുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടായി വരും. അത് കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്.